ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബീന സീക്രട്ട് ഫ്ലേവേഴ്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ രുചികരമായി തയ്യാറാക്കാവുന്ന ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണാനും കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ബീന സീക്രട്ട് ഫ്ലേവേഴ്സ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ ഒന്ന് മറക്കാതെ പ്രസ് ചെയ്താലേ നിങ്ങൾക്ക് മുടങ്ങാതെ എൻ്റെ എല്ലാ വീഡിയോസും കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ആദ്യം മുട്ട പുഴുങ്ങാനായി വെക്കാം. മുട്ട പുഴുങ്ങാൻ വെക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് മുട്ട ഇട്ടാൽ അത് പൊട്ടാതെ കിട്ടും. നമുക്ക് പൊളിച്ചെടുക്കാനും വളരെ എളുപ്പമാവും. ഇപ്പം തന്നെ മുട്ട തിളച്ച് തുടങ്ങി. ഇനി വളരെ വേഗം നമുക്ക് കറി ഉണ്ടാക്കാനായി നോക്കാം. ഇനി ഒരു മൺചട്ടി അല്ലെങ്കിൽ കടായി അടുപ്പിൽ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഞാനിന്ന് ഈ മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ചട്ടിയിൽ ഉണ്ടാക്കുന്ന കറികൾക്ക് ഒരു പ്രത്യേക രുചിയാണ്. നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കിയാൽ ആ രുചി കിട്ടില്ല. ഇപ്പം നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞു. നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ തന്നെ വെച്ചിളക്കി ഇത് കരിഞ്ഞു പോകാതെ ചെറുതായി മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായി ഇളക്കി കൊടുക്കുക. കടുക് വറുക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇത് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ സവാളയാണ് ചെറുതായി നുറുക്കി എടുത്തിട്ടുള്ളത്. ഇതിട്ട് കൊടുത്ത ശേഷം നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. സവാള ചെറുതായി അരിയാനുള്ള കാരണം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന മുട്ടക്കറിക്ക് ഗ്രേവി നല്ല കട്ടിയായിട്ട് കിട്ടണം. സാധാരണ നമ്മൾ മുട്ടക്കറിക്ക് നീളത്തിലല്ലേ അരിയാറ്. അങ്ങനെ വെക്കുമ്പോൾ അത് വഴണ്ട് കിട്ടാൻ ഒരുപാട് സമയമെടുക്കും. ഇന്നത്തെ കറി നമ്മൾ ചാറില്ലാതെ നല്ല കുറുകിയ കറിയായിട്ടാണ് എടുക്കുന്നത്. അതിനുവേണ്ടിയാണ് ചെറുതായിട്ട് അരിഞ്ഞത്. ഇപ്പോൾ ഇതാ നമ്മുടെ സവാള ഏറെക്കുറെ ഒന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കുറേശ്ശെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയുടെ നിറമൊക്കെ മാറി ഏകദേശം വാടി തുടങ്ങിയിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമുക്കിനി പൊടികളിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. മസാല ചേർക്കുമ്പോഴും എപ്പോഴും ശ്രദ്ധിക്കണം, ഫ്ലെയിം കുറച്ച് തന്നെ വെച്ചിരിക്കണം. ചെറിയ തീയിൽ കരിഞ്ഞു പോകാതെ നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ കരിയുമെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വേണമെങ്കിൽ 2 സ്പൂൺ വെള്ളം ചേർത്ത് കരിയാതെ ഇളക്കി കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മുടെ ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായി ചെറിയ തീയിലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഏകദേശം സവാളയുടെ നിറമൊക്കെ നോക്കൂ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ട് ഈ മസാലയും സവാളയും ഒക്കെ ആയിട്ട് നന്നായി ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക. എപ്പോഴും മസാല നന്നായി മൂത്തതിന് ശേഷം മാത്രമേ തക്കാളി ചേർക്കാൻ പാടുള്ളൂ. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും. നന്നായി ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് സ്പാറ്റില കൊണ്ട് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കുന്നത് നല്ലതാണ്. എപ്പോഴും തക്കാളി നന്നായി ഉടഞ്ഞാൽ മാത്രമേ നമ്മുടെ ഗ്രേവിക്കൊരു കൊഴുപ്പ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയുള്ള തക്കാളിയും സവാളയും ഒക്കെ നന്നായി വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിനായി ഞാനിവിടെ ഉപയോഗിക്കുന്നത് തിളപ്പിച്ച വെള്ളമാണ്. ഞാനൊരു 1.5 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. തിളപ്പിച്ച വെള്ളമായതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ നല്ല തിള വന്ന് കുറുകി കിട്ടും. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാനൊരല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യ ജീവിച്ചതുകൊണ്ട് നമുക്ക് മല്ലിയില വിട്ടിട്ടുള്ള യാതൊരു കളിയുമില്ല. കുട്ടികൾക്കും വളരെ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ഈ സമയത്ത് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല നമ്മൾ എപ്പോഴും അവസാനമേ ചേർക്കാവുള്ളൂ. ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി നിങ്ങൾക്ക് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. വെള്ളം പെട്ടെന്ന് തന്നെ വറ്റിക്കിട്ടും. ഇപ്പോൾ ഇതാ വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക്
സ്പാറ്റില കൊണ്ട് ചെറുതായി ഇളക്കി കൊടുക്കാം. മുട്ട ഉടഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾ ചേർക്കണമെന്ന് നിർബന്ധമില്ല. വീണ്ടും ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല കുറുകി വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ എൻ്റെ സീക്രട്ട് ഫ്ലേവറായ 1 നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടെ തൂവി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ഇത് അപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ല രുചിയുള്ള മുട്ടക്കറിയാണ്. അപ്പോൾ നിങ്ങളും ഇത് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുതേ.